നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിലുള്ളത് കേരളത്തിലെ റോഡ് അപകടങ്ങൾ ഒരു ആത്മീയ വീക്ഷണം എന്ന ഒരു ലേഖനത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ്. അതെ, നമ്മുടെ കേരളം അറിയാലോ സാക്ഷരതയിലൊക്കെ മുൻപിലാണ്. പക്ഷെ എന്നിട്ടും റോഡ് അപകടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും കാരണം? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഈ ലേഖനം അതിനൊരു കുറച്ച് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ഈ ലേഖനത്തിൽ പറയുന്നതെന്ന്. തീർച്ചയായും തുടങ്ങാം. തുടങ്ങുന്ന തന്നെ കുറച്ച് പേടിപ്പിക്കുന്ന ഒരു കണക്ക് വെച്ചാണ്. റോഡ് അപകടങ്ങൾ കൂടുന്നു, ജീവനുകൾ പോകുന്നു. അതെ, അത് നമ്മൾ എന്നും കേൾക്കുന്ന വാർത്തയാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ ലേഖനം പറയുന്നത് നമ്മുടെയൊക്കെ ക്ഷമയില്ലായ്മ, പിന്നെ ഈ മാനസിക സമ്മർദ്ദം, റോഡിലെ ഒരു അച്ചടക്കമില്ലായ്മ, മറ്റുള്ളവരോടുള്ള ഒരു പരിഗണന കുറവ്, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ എന്നാണ്. ശരിയാണ്. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിലും ലേഖനം ഇതിനെ സമീപിക്കുന്ന രീതിയിൽ ഒരു വ്യത്യാസമുണ്ട്. അതെ, ഇന്നത്തെ ഈ തിരക്കുപിടിച്ച ജീവിതം അതാണ് പ്രധാന പ്രശ്നം എന്ന് ലേഖനം പറയുന്നുണ്ട്. റോഡിൽ ഇത് കാണുന്നത് എങ്ങനെയൊക്കെയാ? ശ്രദ്ധയില്ലാതെ ഓവർടേക്ക് ചെയ്യുന്നത്, സിഗ്നലൊന്നും നോക്കാതെ പോകുന്നത്, ആവശ്യമില്ലാതെ ഹോൺ അടിക്കുന്നത്. അതെ, പിന്നെ റോഡ് റേജ്, റോഡിലെ ദേഷ്യം, കുറച്ചു നിമിഷങ്ങൾ ലാഭിക്കാൻ വേണ്ടി സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും ഒരു വിലയുമില്ലാതാക്കുന്നു. അത് ഡ്രൈവർമാർ മാത്രമല്ല. അല്ല, ഹെൽമറ്റ് വെക്കാതെ പോകുന്നവർ, അശ്രദ്ധമായി ഓടിക്കുന്ന ടൂ വീലറുകാർ, പിന്നെ റോഡ് നിയമം നോക്കാത്ത കാൽനടയാത്രക്കാർ, എല്ലാവരും ഇതിന്റെ ഭാഗമാവുന്നുണ്ട്. ഈ എനിക്ക് ആദ്യം പോകണം എന്നൊരു ചിന്ത, അല്ലേ? കൃത്യം. അതിന്റെ കൂടെ ഈ മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളും കാരണം ശ്രദ്ധ പോകുന്നത്, അത് കാര്യങ്ങൾ വഷളാക്കുന്നുണ്ട്. ഇതൊക്കെ വെറും ട്രാഫിക് നിയമലംഘനം എന്നതിലുപരി ഒരു സാമൂഹിക പ്രശ്നം കൂടിയായിട്ടാണ് ലേഖനം കാണുന്നതല്ലേ? തീർച്ചയായും. അവിടെയാണ് ലേഖനത്തിന്റെ ഒരു പ്രധാന പോയിന്റ് വരുന്നത്. റോഡിലെ ഈയൊരു അവസ്ഥ, ഈയൊരു അരാജകത്വം, അത് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഒരു പ്രതിഫലനമാണെന്നാണ് ലേഖകൻ പറയുന്നത്. അതായത് സ്റ്റീറിങ്ങിന് പിന്നിലിരിക്കുമ്പോൾ മനുഷ്യജീവന്റെ വില കുറച്ച് കാണുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എന്നൊരു സംശയം ലേഖനം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ തിരക്കിനിടയിൽ മറ്റൊരാളുടെ കാര്യം ഓർക്കാൻ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയെപ്പറ്റി ചിന്തിക്കാൻ ഒരു സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി നഷ്ടപ്പെടുന്നു. ശരിയാണ്. ഇത് റോഡിൽ മാത്രമുള്ള കാര്യമല്ല, സമൂഹത്തിൽ പൊതുവെ കാണുന്നൊരു മൂല്യത്തകർച്ചയുടെ ഭാഗമായിരിക്കാം എന്നും ലേഖനം സൂചിപ്പിക്കുന്നുണ്ട്. സ്വന്തം കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും റോഡിലും അത് കാണും. ആ ഒരു സാമൂഹിക ബന്ധം, അത് ചിന്തിക്കേണ്ട വിഷയം തന്നെ. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ലേഖനം ഒരു പരിഹാരമായിട്ട് ഒരു ആത്മീയ സമീപനത്തിന്റെ കാര്യം പറയുന്നത്. അതെ, പ്രത്യേകിച്ച് യാത്ര തുടങ്ങുന്നതിന് മുൻപുള്ള പ്രാർത്ഥന. അതിനൊരു സങ്കീർത്തനമൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. 121.8 നിന്റെ ഗമനത്തെയും ആഗമനത്തെയും യഹോവ ഇന്നും എന്നേക്കും പരിപാലിക്കും. ഇത് വെറുമൊരു ഒരു ചടങ്ങ് എന്നതിലുപരി പ്രായോഗികമായി എങ്ങനെ ഗുണം ചെയ്യും എന്നാണ് ലേഖനം പറയുന്നത്. അത് വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയെ ഒരു അന്ധവിശ്വാസമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് അതൊരു സമർപ്പണബോധമാണ്. സമർപ്പണബോധം. അതെ, അതായത് എല്ലാം നമ്മുടെ കൺട്രോളിലല്ല, നമുക്കൊരു ദൈവിക സംരക്ഷണം ആവശ്യമുണ്ട് എന്നൊരു തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് നമ്മുടെ മനസ്സിലൊരു ശാന്തത കൊണ്ടുവരും, ശ്രദ്ധ കൂട്ടും. അങ്ങനെ വരുമ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും, ക്ഷമയോടെ ഓടിക്കും, ദയ കാണിക്കും, കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറും. അതിനൊക്കെ ഇത് സഹായിക്കുമെന്നാണ് ലേഖനം വാദിക്കുന്നത്. അപ്പൊ റോഡിന്റെ നിലവാരം കൂട്ടുന്നതിനും നിയമം കർശനമാക്കുന്നതിനും ഒപ്പം തന്നെ ഈ പറയുന്ന ഹൃദയ പരിവർത്തനം അതും വേണം, അല്ലേ? അതെ, അതാണ് പ്രധാനം. നമ്മുടെ മനോഭാവത്തിലൊരു മാറ്റം, അത് അത്യാവശ്യമാണ് എന്ന് ലേഖനം അടിവരയിട്ട് പറയുന്നു. പുറമേയുള്ള മാറ്റങ്ങൾ മാത്രം പോരാ, ഈ ആന്തരികമായ മാറ്റം കൂടി വേണം. അപ്പോഴേ ശരിയായ പരിഹാരം ഉണ്ടാവൂ എന്നാണ് ലേഖനം കരുതുന്നത്. അപ്പോ ഇതിന്റെയൊക്കെ ഒരു ചുരുക്കം എന്താണ്? നമ്മൾ റോഡിൽ കുറച്ചുകൂടി വിവേകത്തോടെ പെരുമാറണം, കുറച്ചുകൂടി ക്ഷമ കാണിക്കണം, മറ്റുള്ളവരെ വെറും അപരിചിതരായി കാണാതെ ഒരു സ്വന്തം ആൾക്കാരെ പോലെ കാണണം. പിന്നെ യാത്ര തുടങ്ങുമ്പോൾ ഒരു ദൈവീക സഹായത്തിൽ ആശ്രയിക്കണം. ഇങ്ങനെയൊക്കെയാണോ? അതെ, ഏതാണ്ട് അതാണ് കാതൽ. കേരളത്തിലെ ഈ റോഡപകടങ്ങൾക്ക് കാരണം വ്യക്തിപരവും സാമൂഹികവുമാണ്. ഈ ക്ഷമയില്ലായ്മ, സഹാനുഭൂതിയില്ലായ്മ, ഇതിനൊക്കെ ഒരു പരിഹാരം വേണമെങ്കിൽ നിയമവും സൗകര്യങ്ങളും മാത്രം പോരാ. ആൾക്കാരുടെ മനസ്സിലൊരു മാറ്റം വരണം. അതിന് ഈ പ്രാർത്ഥന, ആത്മീയ ചിന്ത,
അങ്ങനെയുള്ളൊരു സമീപനം കൂടി വേണം എന്നാണ് ലേഖനം പറയുന്നത്. ചുരുക്കത്തിൽ ടെക്നിക്കലും നിയമപരവുമായ കാര്യങ്ങൾക്കൊപ്പം ഒരു മാനസികമായ അല്ലെങ്കിൽ ആത്മീയമായ ഒരു തലം കൂടി ഈ റോഡ് സുരക്ഷാ ചർച്ചകളിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ അതെ, വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്തം, ഒരു ആന്തരികമായ മാറ്റം, അതിനാണ് ഊന്നൽ. ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ വിശ്വാസം എന്തുതന്നെ ആയിക്കോട്ടെ, വാഹനം ഓടിക്കുമ്പോൾ ഒരു ബോധപൂർവമായ ശ്രദ്ധ, ഒരു അവബോധം, മൈൻഡ്ഫുൾനെസ് വളർത്തിയെടുക്കുന്നത്. അതെ, അത് ഈ പറയുന്ന ഹൃദയപരിവർത്തനത്തിന് എത്രത്തോളം സഹായിക്കും. റോഡിലെ ഓരോ നിമിഷവും കൂടുതൽ ശ്രദ്ധയോടെ മറ്റുള്ളവരെ പരിഗണിച്ച് അങ്ങനെ സമീപിക്കാൻ ഇത് നിങ്ങളെ എങ്ങനെ സഹായിക്കും എന്നതിനെക്കുറിച്ച് ഒരു നിമിഷം ആലോചിക്കുന്നത് നല്ലതാണ്. ശരിയാണ്, അതൊരു നല്ല ചിന്തയാണ്.